ഈ വെണ്ണ കയ്യിലേന്തിയ കൃഷ്ണൻ എന്നുള്ളത് ആ ഒരു സങ്കല്പത്തിൽ പ്രതിഷ്ഠ ചെയ്ത കൃഷ്ണന്റെ അമ്പലങ്ങൾ വളരെ അപൂർവ എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാവർക്കും തളിർ സംഭവത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രവും ഇതിന്റെ ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഇതിന്റെ ഒരു പരിസരവും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കും. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം എന്ന മനോഹര ഗ്രാമത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇത്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ നിന്നും കടമ്പഴിപ്പുറം റോഡിലൂടെ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം. വലിയ തിക്കും തിരക്കുമില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ക്ഷേത്ര പരിസരം ഇവിടെ എത്തുന്ന ഭക്തരെ വല്ലാത്ത ഒരു അനുഭൂതിയിലേക്ക് എത്തിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടമടങ്ങുന്ന മണ്ഡപം ആധുനിക രീതിയിലാണെങ്കിലും മറ്റെല്ലാം ക്ഷേത്രത്തിന്റെ പഴമയെയും പ്രൗഢിയെയും വിളിച്ചോതുന്ന തരത്തിൽ തന്നെ നിലനിൽക്കുന്നു. മനോഹരമായ ക്ഷേത്രക്കുളവും മതിൽക്കെട്ടുകളുമെല്ലാം ഭക്തരുടെ ഉള്ളം നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ക്ഷേത്ര പരിസരത്തെ പാടങ്ങളും കുന്നിൻ ചെരുവും കവുങ്ങിൻ തോട്ടങ്ങളും നീർച്ചാലുകളും അരുവിയുമെല്ലാം ശ്രീകൃഷ്ണ ദർശനത്തിനെത്തുന്ന ഭക്ത മനസ്സുകളിൽ ആനന്ദം തന്നെയാണ്. ഈ ക്ഷേത്രം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഈ നാടിന് ശ്രീകൃഷ്ണപുരം എന്ന പേര് വരാൻ തന്നെ കാരണം ഈ ക്ഷേത്രമാണ്. മണ്ണമ്പറ്റ റോട്ടിൽ നിന്ന് പുഞ്ചപ്പാടം റോഡിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പറയണത് 1000 വർഷത്തിലധികമാണ്. കൃത്യമായിട്ട് ആർക്കും അറിയില്ല. എന്തായാലും 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോ അഷ്ടമരോഹിണി പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമായിട്ട് ആഘോഷിക്കപ്പെടുന്നതാണ്. ഈ വരുന്ന അഷ്ടമരോഹിണിക്ക് ഇവിടെ രാവിലെ മുതൽ ലക്ഷാർച്ചന ഉണ്ട്. ഉദയാസ്തമന പൂജ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ട്. നവകം പഞ്ചഗവ്യ ഉണ്ട്. ഇത്രയും ഉള്ളിൽ നടക്കുന്നുണ്ട്. പുറത്ത് കഥകളി തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ, പുറത്ത് കയ്യൂട്ടിക്കളി, ഭക്തിഗാനസുധ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ ക്ഷേത്രത്തിന്റെ പുറത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വാദ്യ കളരി നടക്കുന്നുണ്ട്. ശ്രീ പാർത്തല വിനോദ് പണിക്കർ എന്ന കലാകാരനാണ് കുട്ടികളെ ചെണ്ട അഭ്യസിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതേപോലെ ഡാൻസും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ തന്നെ വാദ്യകളരിയും നൃത്തകളരിയും നടന്നു വരുന്നു. 1000 വർഷത്തിലധികം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. അതുകൊണ്ട് പുരാതന ക്ഷേത്രം എന്ന് തന്നെ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടത്തെ നിർമ്മിതികൾ ഓരോന്നും ക്ഷേത്രത്തിന്റെ പഴമയെ വെളിവാക്കുന്നതാണ്. ഈ നാടിന് ശ്രീകൃഷ്ണപുരം എന്ന പേര് വന്നത് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണത്രേ.
ഹരി പറഞ്ഞു ഇവിടെ എടുക്കുന്ന വാദ്യ ക്ലാസ്സിനെ പറ്റിയിട്ട്. ആ വാദ്യ ക്ലാസ്സിൽ ഏറ്റവും സീനിയർ ആയിട്ടൊരു മനുഷ്യനാണ് ഞാൻ. 73 വയസ്സായി. വളരെ അപൂർവമായിട്ട് 73 വയസ്സുകാരന ഒരാള് ഈ വാദ്യം പഠിക്കാൻ വരുന്നു. കാരണം ഇപ്പോ ഈ വാദ്യ കളരിയോടൊപ്പം തന്നെ ഡാൻസിന്റെ കളരിയുണ്ട്. അത് ഇവിടുത്തെ ഒരു വിഭാഗം. ഇവിടെ ചടങ്ങായിട്ട് ഇവിടെ 4 വിശേഷങ്ങളാണ് ഒരു കൊല്ലത്തിൽ. ആദ്യം മേളത്തിലെ വിഷുക്കണിയുണ്ട്, പിന്നെ പ്രതിഷ്ഠാ ദിവസമുണ്ട്, പിന്നെ നിറപുത്തരിയുണ്ട്, പിന്നെ അഷ്ടമിരോഹിണിയുണ്ട്. ഈ 4 വിശേഷ ദിവസങ്ങളാണ് ഇവിടെ കൃഷ്ണന്റെ ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 4 വിശേഷങ്ങൾ. അത് കൂടാതെ നിത്യമായിട്ടുള്ള ഓരോ ചടങ്ങുകളും ഒക്കെ ഉണ്ട്. ഇവിടെ പാൽപ്പായസമാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നൈവേദ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വിഘ്നം കൂടാതെ സാധിക്കാനും ഒക്കെയുള്ള ഒരു എന്താ പറയുക വഴിപാടായിട്ട് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പാൽപ്പായസം നിവേദിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ്. ഈ പ്രദേശത്താകെ ഇപ്പൊ ഒറ്റപ്പാലം താലൂക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാകുമെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു അത്രയും വലുതല്ലാത്ത ഈ പ്രദേശത്ത് ഈ വെണ്ണ കയ്യിലെന്തിയ കൃഷ്ണൻ എന്നുള്ളത് ആ ഒരു സങ്കല്പത്തിൽ പ്രതിഷ്ഠ ചെയ്ത കൃഷ്ണന്റെ അമ്പലങ്ങൾ വളരെ അപൂർവം, ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇത് ശ്രീകൃഷ്ണപുരം എന്നുള്ള അമ്പലമായതും ഈ പ്രദേശത്തിന് ആകെപ്പാട് ശ്രീകൃഷ്ണപുരം എന്ന പേര് വന്നത്. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിക്കും ഗണപതി ഭഗവാനും പ്രത്യേക സ്ഥാനം നൽകി കുടിയിരുത്തിയിട്ടുണ്ട്. എല്ലാ ഡിസംബർ മാസത്തിലും ഇവിടെ സപ്താഹം നടന്നു വരാറുണ്ട്. എല്ലാ മാസത്തിലും തിരുവോണത്തിന് വാരം ഉണ്ടാവാറുണ്ട്. തിരുവോണ വാരം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. തൃക്കൈയിൽ വെണ്ണ, ചന്ദനം ചാർത്തല്, ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. തങ്ങളുടെ സങ്കടങ്ങളകറ്റി അനുഗ്രഹം ചൊരിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നതായി ഭക്തർ വിശ്വസിച്ചു പോരുന്നു. പണ്ട് പെരുമാങ്ങോടിനായിരുന്നു ഈ പ്രദേശത്തിന് ആകെ പറയാം. പെരുമാങ്ങോടും വിഷ്ണുവാണ് പ്രതിഷ്ഠ, തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രമാണ്. പക്ഷെ അവിടെ ഉള്ള വിഷ്ണു ഇവിടുത്തെ കൃഷ്ണൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വിഷ്ണുവാണ്. ഇത് വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ അവതാരം എന്ന് പറയുന്ന കൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതാണ് ഇതിന്റെ അമ്പലത്തിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിശേഷം. ക്ഷേത്രത്തിനകത്ത് ധാരാളം ജലം ലഭിക്കുന്ന ഒരു കിണറും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം ഈ കിണറിൽ നിന്നാണ് ശേഖരിക്കുന്നത്. തൃക്കൈയിൽ വെണ്ണയുമായി കുടികൊള്ളുന്ന ഭഗവത് ദർശനത്തിന് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.